على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واهد قلبي بنور سيدنا محمد صلى الله عليه وسلم بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك صدق الله مولانا العظيم لا تحقرن من المعروف شيئا ولو أن تلقى أخاك بوجه طلق أو كما قال سيدنا وحبيبنا محمد رسول الله. ഏറ്റവും ആദരണീയരായ അധ്യക്ഷൻ ഷാഹുൽ ഹമീദ് ഷാമിൽ ഇർഫാനി, ബഹുമാനപ്പെട്ട സയ്യിദ് മുഈനുദ്ദീൻ ബുഖാരി, സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കൾ, ഉമറാക്കൾ, യുവജന വിദ്യാർത്ഥി പ്രസ്ഥാന നേതൃത്വം, പ്രവർത്തകർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് രാവിലെ മുതൽ നിരന്തരമായ സെമിനാറുകളും പഠന സെഷനുകളുമായി സജീവമായ ഒരു പകൽ നാം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മാറ്റിവെച്ച കാരണം കൊണ്ട് നാളെ അവിടുത്തെ ശഫാഅത്ത് കിട്ടുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സകലരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിപ്പിക്കുന്ന ടീച്ചർ, ശിരോവസ്ത്രം ധരിച്ച ടീച്ചർ, ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിയോട് നിന്റെ ശിരോവസ്ത്രം മറ്റുള്ള പഠിതാക്കൾക്ക് ഭീതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് മാതൃകാ ഭൂമികയായ കൈരളിയുടെ സാമൂഹിക അന്തരീക്ഷത്തെ മലീമസപ്പെടുത്തുന്ന ഈ അസുരകാലത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹ സന്ദേശങ്ങൾക്ക് അത് ചർച്ച ചെയ്യുന്നതിന് പ്രസക്തിയുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവാചകനാണ്. ഒരു മുസ്ലിം പ്രതിനിധി എന്ന നിലക്ക് ഞാനൊരു അവകാശവാദമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു പ്രവാചകനാണ് എന്ന് പറയുകയല്ല. ഉപനിഷത്തുകളുടെ നാടായ വേദങ്ങളുടെ ഭൂമികയായ ഭാരതത്തിൽ നിന്നത് സംസാരിക്കുമ്പോൾ നമുക്കതൊക്കെ ഈ ഭൂമികയിൽ, ഭാരതത്തിൻ്റെ ഭൂമികയിലൂടെ നടന്നുപോയ ഋഷിവര്യന്മാരും സന്യാസി ശ്രേഷ്ഠർ അടങ്ങുന്ന സമൂഹവും ഈ രാജ്യത്തെ അത് പഠിപ്പിച്ചിട്ടാണ് കടന്നുപോയത്. അതുകൊണ്ടാണ് ലോകത്തെവിടേക്ക് പരിശുദ്ധ മതത്തിൻ്റെ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോൾ ഉണ്ടായ വിഹ്വലതകൾ, പ്രതിരോധങ്ങൾ ഭാരതാംബയുടെ മണ്ണിലേക്ക്, ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് കടന്നു വന്ന പ്രവാചക ശ്രേഷ്ഠരുടെ അനുയായികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ആദ്യം ഇസ്ലാം എത്തിപ്പെടുന്നത് കേരളത്തിൻ്റെ, കൊച്ചു കേരളത്തിൻ്റെ ഭൂമികയായ കൊടുങ്ങല്ലൂർ കടപ്പുറത്താണ്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള
സാർത്ഥവാഹക സംഘം ഈ ലോകത്തിന്റെ നിയന്താവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ നിയന്താവിന്റെ ശ്രേഷ്ഠരായ തിരുദൂതരെ പരിചയപ്പെടുത്തിക്കൊണ്ട് കടന്നു വരുമ്പോൾ ഈ രാജ്യം അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. അവരെ തൃശൂലം കൊണ്ട് നേരിടുകയായിരുന്നില്ല. നമ്മുടെ നാടിന്റെ വിഭവമായ കേരളത്തിന്റെ അനുഗ്രഹീത വൃക്ഷമായ കേരവൃക്ഷത്തിലെ കരിക്ക് കൊടുത്തവരെ സ്വീകരിക്കുകയായിരുന്നു. അവർക്കിവിടെ ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും അവർക്കിവിടെ വിവാഹ ജീവിതം, കുടുംബജീവിതം നയിക്കാനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുകയും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ രാജ്യത്തെ നാട്ടുരാജാക്കന്മാരുടെയും പ്രഭുക്കളുടെയും നേതൃത്വത്തിൽ ആരാധനാലയങ്ങൾ സംവിധാനിച്ചു കൊടുക്കുകയുമായിരുന്നു ഈ രാജ്യത്തിലെ അന്നത്തെ ഹൈന്ദവ രാജാക്കന്മാർ. അത് മറിച്ചൊന്നും കൊണ്ടായിരുന്നില്ല. ഈ രാജ്യത്തിലൂടെ നടന്നുപോയ ഋഷിവര്യന്മാർ പരിചയപ്പെടുത്തിയ ഒരു ദൂതനാണ് തങ്ങളുടെ ഭൂമികയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ രാജ്യം അവർക്ക് പരവതാനി വിരിച്ചവരെ സ്വീകരിച്ചത്. അവരെ തൃശൂലം കൊണ്ട് നേരിട്ടിട്ടില്ല. തങ്ങളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നവരാണെന്നോ ഇവർ ജിഹാദികളാണെന്നോ മുദ്ര കുത്തി അവരെ ആട്ടിപ്പായിച്ചില്ല. ഈ രാജ്യത്ത് സ്വച്ഛന്തമായി പ്രബോധന ദൗത്യം നിർവഹിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ 12ഓളം സഹാബാക്കൾക്ക്, അനുചരർക്ക് ഈ രാജ്യത്തെ കുറിതൊട്ട ഹൈന്ദവ സഹോദരങ്ങൾ ചെയ്തു കൊടുത്തത്. എന്തുകൊണ്ടാണത്? ഈ രാജ്യത്തിലൂടെ നടന്ന് ജീവിച്ചു പോയ ഋഷിവര്യന്മാരിൽ നിന്ന് പരിചയപ്പെട്ട ഒരു പ്രവാചകനാണ്, വേദങ്ങൾ പരിചയപ്പെടുത്തിയ പ്രവാചകനാണ്. വേദങ്ങളിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറഞ്ഞ സമയം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുക എന്ന ദൗത്യം മാത്രമാണ്. മഹാനായ സയ്യിദ് അവറുകളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനക്ക് നമുക്ക് ആമീൻ പറഞ്ഞ് പിരിഞ്ഞു പോവുക എന്നത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. ഋഷിവര്യന്മാർ ഒരുപാട് ഈ രാജ്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. വേദങ്ങൾ ഒരുപാട് ഈ രാജ്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. വേദ ഉപനിഷത്തുകളിലൂടെ പരിചയപ്പെട്ട ഒരു നേതാവ്, ഒരു ദൂതൻ, ആ ദൂതന്റെ അനുയായികളാണ് ഈ രാജ്യത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ വേദങ്ങൾ പഠിപ്പിച്ചത് അനന്തവിശാലമായ വിഹായസിനെയും അനന്തകോടി നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്ര നക്ഷത്രാദികൾ സമഞ്ജസമായി സമ്മേളിച്ച സൗരയൂഥത്തെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സൃഷ്ടി സംരക്ഷക സംഹാരകർത്താവായ ഒരു ജഗന്നിയന്താവിനെ യാണ് വേദങ്ങൾ പരിചയപ്പെടുത്തിയത്. ആ ജഗന്നിയന്താവിന്റെ ദൂതരായി കടന്നു വരുന്ന മുഹമ്മദിനെ ഈ രാജ്യത്തെ ഋഷിവര്യന്മാരും വേദങ്ങളും വേദോപനിഷത്തുകളും ഒക്കെ പരിചയപ്പെടുത്തി കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അപരിചിതനായ നേതാവല്ല കൊടുങ്ങല്ലൂർ കടപ്പുറത്ത് വന്ന് കപ്പലിറങ്ങിയത്. ഒരു അപരിചിതനായ നേതാവിന്റെ അനുയായികളല്ല കൊടുങ്ങല്ലൂർ കടപ്പുറത്ത് പായ്ക്കപ്പലിൽ വന്നിറങ്ങിയത്. അവർ വേദങ്ങളിലൂടെ പരിചയപ്പെട്ട ഒരു നേതാവിന്റെ പ്രബോധിത സംഘമാണ് തങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികൾ പണിതുകൊടുത്തും അവർക്ക് വിവാഹ ജീവിതം നയിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തും ഈ രാജ്യത്തേക്ക് അവരെ സ്വീകരിച്ചത്. നാം ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. മുഹമ്മദ് അലി എന്ന ഒരു രാജാവിനെ കുറിച്ച്. മുഹമ്മദ് അലി എന്ന രാജാവ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയ. ആ മുഹമ്മദ് അലി, മക്കയിൽ ജനിച്ച മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് കേരളത്തിന്റെ രാജാവായത്? അറക്കൽ രാജാവിന്റെ കൊട്ടാരത്തിൽ അതിഥിയായി താമസിച്ച മുഹമ്മദ് അലി, ആ അറക്കൽ രാജാവിന്റെ മോളെ മുഹമ്മദ് അലിക്ക് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യിപ്പിച്ച് മുഹമ്മദ് അലിക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ വൈവാഹിക ജീവിതത്തിലൂടെ രാജകുമാരനായി തീർന്ന ആ മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഈ രാജ്യത്തിന്റെ ആ അറക്കൽ കൊട്ടാരം ഉൾപ്പെടുന്ന കണ്ണൂർ പ്രദേശത്തിലെ രാജാവായി തീരുകയാണ്. ആ രാജാവിന്റെ സ്വച്ഛന്തമായ ഭരണം മൂലം ആളുകളെല്ലാം അദ്ദേഹത്തെ വല്ലാതെ സ്നേഹിച്ചു എന്നും
അങ്ങനെ മുഹമ്മദ് അലി പിൽക്കാലത്ത് മാവേലിയായതാണെന്നും ഇത് ഈമാൻ കാര്യമല്ല, വിശ്വസിക്കൽ നിർബന്ധവുമല്ല. ചരിത്രകാരന്മാർ, ഹൈന്ദവരായ ചരിത്രകാരന്മാർ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. ചരിത്ര ഗ്രന്ഥങ്ങളുടെ പുനർവായന ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. 20 മിനിറ്റ് പരിപാടിയാണ്. വേണമെങ്കിൽ നമുക്കത് വിശാലമായ ചർച്ചയ്ക്ക് വിധേയമാക്കാം. മുഹമ്മദ് അലി എന്നത് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നായിക്കൊണ്ട് ഭരണം നടത്തിയ ആ മുഹമ്മദ് അലിയുടെ ഭരണകാലത്ത് ഒരു അന്തഛിദ്രതയോ ഒരു വിവേചനമോ ഇല്ലാതെ സമൂഹത്തെ ഒന്നായിക്കൊണ്ട് ഭരണം നടത്തിയ ഒരു രാജാവെന്ന നിലക്ക് പ്രജകൾക്ക് വല്ലാതെ ഇഷ്ടക്കാരനായി തീർന്ന രാജാവായി വാണു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഓണത്തിന്റെ ഇതിവൃത്തം എന്ന് പോലും പറഞ്ഞ ചരിത്രകാരന്മാർ നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ കൃതികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് ഇവിടെ സ്വസ്ഥമായും സ്വൈര്യമായും പ്രബോധനം നടത്താൻ ഭൂമിക ഒരുക്കി കൊടുത്തത് ഈ രാജ്യത്തെ കുറിതൊട്ട ഹൈന്ദവ സഹോദരങ്ങളാണ്. യാതൊരുവിധ അന്തഛിദ്രതയും അവർ ഉണ്ടാക്കിയില്ല. അതൊരു പാരമ്പര്യമായി പൈതൃകമായി ഈ രാജ്യത്ത് തുടർന്നു വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു പ്രവാചകനാണ് എന്ന് ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ അവകാശവാദം ഉന്നയിക്കുകയല്ല. വേദങ്ങൾ അംഗീകരിച്ചതാണ്, ഉപനിഷത്തുകൾ അംഗീകരിച്ചതാണ്, നാം ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതല്ലോ ഉപനിഷദം വ്യാഖ്യാസ്യാമ ആസ്മല്ലാമില്ലേ മിത്ര വരുണ ദിവ്യനിധത്തെ അല്ലാ റസൂല മഹാമദര ഗബരസ്യ അല്ലേ ഇല്ലം ഇല്ലല്ലേ ദി ഇല്ലല്ലം എന്ന് പറയുന്ന അഥർവവേദത്തിൽ ഉപനിഷത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഉപനിഷത്തുണ്ട്. ഈ അഥർവവേദം ഹൈന്ദവ പുരാണമാണെന്ന് വാചസ്പതി അദ്ദേഹത്തിന്റെ സംസ്കൃത നിഘണ്ടുവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ അങ്ങനെ ഓരോ ഉപനിഷത്തുകളിലും വേദങ്ങളിലും മുഹമ്മദുർ റസൂലുള്ളാഹിയെ പറയുന്നുണ്ട്. ക്രൈസ്തവ ഇതിവൃത്തങ്ങളിൽ, ക്രൈസ്തവ പുരാണങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി ഈ പലതും പറവാനുണ്ട്, വഹിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് പുറകെ വരുന്നു, അദ്ദേഹം നിങ്ങളോട് വിശാലമായി സംവദിക്കുമെന്ന് ക്രിസ്തുദേവൻ പറഞ്ഞത് ക്രൈസ്തവ പുരാണങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ രാജ്യത്ത് കഴിഞ്ഞുപോയ സകല ഇതിവൃത്തങ്ങളും സകല ഉപനിഷത്തുകളും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അന്ത്യദൂതനെ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്താതെ ഒരു വേദവും കഴിഞ്ഞു പോയിട്ടില്ല, ഒരു സാത്വികനും കഴിഞ്ഞു പോയിട്ടില്ല, ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല. സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ കഴിഞ്ഞുപോയ 1,24,000 പ്രവാചകന്മാർ മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വരവിനെ കുറിച്ച് അനൗൺസ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞുപോയതെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് ലോകം അംഗീകരിച്ച യാഥാർത്ഥ്യമാണ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന അന്ത്യദൂതന്റെ പ്രമേയം എന്താ? മനുഷ്യനെ പ്രമേയമാക്കിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്തോട് സംവദിച്ചത്. അള്ളാഹുവിന്റെ ഹബീബിന് 23 വർഷക്കാലം കൊണ്ട് അവതരിച്ച പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ പ്രമേയമാക്കിക്കൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള സകല സൃഷ്ടികളും, കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർക്കം, പാമ്പ് വരെയുള്ള സകല ചരാചരങ്ങളും, ജീവനുള്ളതും ഇല്ലാത്തതുമായ, ചേതനവും അചേതനവുമായ സകല ചരാചരങ്ങളും ഈ ലോകത്ത് മനുഷ്യന് വേണ്ടി അള്ളാഹു പടച്ചിട്ടുള്ളതാണ്. ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി അള്ളാഹു പടച്ചിട്ടുള്ളതാണ്. മനുഷ്യനാണ് പ്രമേയം. ലോകത്തുള്ള സകല വസ്തുക്കളും മനുഷ്യന് വേണ്ടിയാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ജീവിയെ മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി നിഗ്രഹിക്കേണ്ടി വരും, ഒരു മൃഗത്തെ മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി നിഗ്രഹിക്കേണ്ടി വരും. ഇത് ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഹരിപ്പാട് നമ്മുടെ വീയപുരത്ത് 1,00,000 താറാവിന്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. എന്താ കാരണം? എന്താ സന്നീര കാരണം? 1,00,000 താറാവിന്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. പക്ഷിപ്പനി അതാണ് കാരണം. ഈ 1,00,000 താറാവിന്റെ കുഞ്ഞുങ്ങൾക്കും പക്ഷിപ്പനി വന്നതുകൊണ്ടല്ല 1,00,000-ഓളം താറാവിന്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞത്. ഏതാനും വീട്ടിലെ താറാവുകൾക്ക് പനി ബാധിച്ചപ്പോൾ താറാവ് വളർത്തൽ കേന്ദ്രങ്ങളിൽ ജീവിക്കുന്ന പനിയില്ലാത്ത ലക്ഷക്കണക്കിന് താറാവിന്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എനിക്കൊരു പനി വന്നു, വടുതലയിലുള്ള മുഴുവൻ മനുഷ്യന്മാരെയും അതിന്റെ പേരിൽ കൊന്നുകളയുന്നില്ല. എന്താ കാരണം? പക്ഷിപ്പനി ആ കുറഞ്ഞ താറാവുകളിൽ നിന്ന് മറ്റു താറാവുകളിലേക്ക് വ്യാപരിച്ചു. അത് മനുഷ്യനിലേക്ക് വ്യാപരിച്ചുകൊണ്ട് മനുഷ്യന് പ്രയാസം സൃഷ്ടിക്കുമെന്നതുകൊണ്ട് 1,00,000 താറാവിന്റെ കുഞ്ഞുങ്ങൾ ഒരു മനുഷ്യന് പക്ഷിപ്പനി വരുന്നതിന്റെ അത്രയും ജീവൻ, 1,00,000 താറാവിന്റെ കുഞ്ഞുങ്ങളുടെ ജീവന്റെ വില ഒന്നുമല്ലാതായി തീരുകയാണ്. മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി ജീവികളെ കൊല്ലാം എന്നത് യാഥാർത്ഥ്യമായി ലോകം അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മാംസം കഴിക്കണം. എന്നാൽ എല്ലാ ദിവസവും മാംസം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാംസം കഴിക്കണം. മാംസം കടിച്ചു മുറിക്കാൻ കടിച്ചു മുറിക്കാൻ സംവിധാനിക്കുന്ന, കടിച്ചു മുറിക്കാനുള്ള പല്ല് വായിൽ മനുഷ്യന് 4 എണ്ണമാണുള്ളത്. ബാക്കിയൊക്കെ മാംസമല്ലാത്ത ആഹാരങ്ങൾ ചവച്ചരക്കാൻ പറ്റുന്ന പല്ലുകളാണ്. അതിന്റെ അർത്ഥം എന്താണ്? മാസത്തിൽ 4 ദിവസം ഇറച്ചി കഴിക്കാം. തുടരെ മാംസഭോജികളായാൽ അത് ഹൃദയത്തിന് രോഗമുണ്ടാക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. നമ്മൾ 30 ദിവസം റമദാനിൽ സുഭിക്ഷമായ ഇറച്ചി തിന്നും, പിന്നെ ശവാൽ മാസം 10 ദിവസവും കൂടി തിന്നും. അങ്ങനെ നമ്മളെല്ലാം ഹാർട്ടിന് ബ്ലോക്കായി, കൊളസ്ട്രോൾ കൂടിയവരായി, രോഗികളായി തീർന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മാംസം കഴിക്കണം, ഒപ്പം വെജിറ്റബിളും കഴിക്കണം. സമ്മിശ്ര ബുക്കാണ് മനുഷ്യൻ. കാരണം എന്താ? വെറും മാംസാഹാരി മാത്രമായാൽ അവന് സിംഹത്തിനെ പോലെ ഭീകരവാദിയായി തീരും. ഭീകരവാദിയാകാൻ പാടില്ല മനുഷ്യൻ, തീവ്രവാദിയാകാൻ പാടില്ല മനുഷ്യൻ. കടുവയെ പോലെ, സിംഹത്തെ പോലെ ഭീകരവാദിയായി തീരും. എന്നാൽ വെറും സസ്യം മാത്രം കഴിക്കുകയാണെങ്കിലോ ഭീരുവായി പോകും. ഭീരുവാകാനും പാടില്ല, ഭീകരവാദിയാകാനും പാടില്ല. നിങ്ങളെ രണ്ടിന്റെ ഇടയിൽ മധ്യനിലക്കുള്ള സമൂഹമായിട്ടാണ് അള്ളാഹു പടച്ചിട്ടുള്ളത്. മാംസവും കഴിക്കണം, സസ്യാഹാരവും കഴിക്കണം. സമ്മിശ്ര ബുക്കായിട്ടാണ് അള്ളാഹു നമ്മെ പടച്ചിട്ടുള്ളത്. അങ്ങനെ മാംസം കഴിക്കണമെങ്കിൽ മൃഗത്തെ അറുക്കേണ്ടി വരും. മാംസം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് മാംസത്തിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളും അതുപോലെ തന്നെ വൈറ്റമിൻസുകളും മിനറൽസുകളും മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമാണെന്ന് ഈ ശാസ്ത്രീയ നൂറ്റാണ്ടിൽ ഇവിടെ ഞാൻ പ്രസംഗിക്കേണ്ടതില്ല. ആ മാംസം മനുഷ്യന് കഴിക്കണമെങ്കിൽ മൃഗത്തെ കൊല്ലേണ്ടി വരും. അത് മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടിയാ. മൃഗത്തിൽ തന്നെ എല്ലാ മൃഗത്തെയും കൊല്ലാൻ പറ്റില്ല. എല്ലാ മൃഗത്തിന്റെയും മാംസം മനുഷ്യന്റെ ശരീരവുമായി ഫിറ്റാകുന്നതല്ല. മനുഷ്യന്റെ ശരീരവുമായി ഫിറ്റാകുന്ന മാംസം ഏതാണ്, ഏത് ജീവിയുടേതാണ് എന്ന് ഈ മനുഷ്യനെയും മൃഗങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന നിയന്താവായ പടച്ചറബ് അവന്റെ പ്രവാചകരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിൽ മനുഷ്യന്റെ ശരീരവുമായി യോജിക്കുന്ന മൃഗങ്ങളുടെ ഇറച്ചി മാത്രമേ കഴിക്കാൻ പറ്റൂ. അത് പശുവായാലും എരുമയായാലും താറാവായാലും കോഴിയായാലും. ഇവിടെ പശു എന്ന് പറയുമ്പോൾ വിവാദമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഗീതയിൽ, ഭഗവത്ഗീതയിൽ, മഹാഭാരതത്തിൽ കാണാം, വേവിക്കാറുണ്ടതിനെ മൂവഞ്ചിതൊപ്പുമേ, കഴിക്കും ഞാൻ, തടിക്കും ഞാൻ, എന്റെ രണ്ടുദരവും. മഹാഭാരതത്തിൽ കാണാം, വേവിക്കാറുണ്ടതിനെ മൂവഞ്ചിതുപ്പമേ, തടിക്കും ഞാൻ എൻ രണ്ടുദരവും. എന്ന് പറഞ്ഞാൽ എന്താ? പശു അറുത്തിട്ട് ഞാൻ അതിന്റെ മാംസം കഴിക്കും. അങ്ങനെ എന്റെ രണ്ടുദരവും തടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലാതെ തടി വെക്കുമെന്നല്ല, എന്റെ ആഖിറവും ദുനിയാവും രക്ഷപ്പെടുമെന്നാണ് മഹാഭാരതത്തിൽ ഋഷിവര്യന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആരാണ് ഈ പശുമാംസത്തെ അല്ലെങ്കിൽ പശുവിനെ ദൈവമാക്കിയും മനുഷ്യന് അത് ഉപകാരപ്പെടുന്ന ജീവിയല്ല, അതിന്റെ മാംസം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അത് വേദങ്ങൾ പഠിപ്പിച്ചതല്ല. വേദങ്ങൾ പറയുന്നത്, മഹാഭാരതം പറയുന്നത്, ഭഗവത്ഗീത പറയുന്നത് അത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഞങ്ങളുടെ രണ്ടുദരവും തടിച്ചിട്ടുണ്ട്. വിശാല വിശകലനത്തിന് വിധേയമാക്കേണ്ടുന്ന വിഷയമാണ്. ഞാൻ പരിമിതി ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മാംസാഹാരം മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. അതിലൊരു ആവശ്യമാണ് ഭീരുവാകാതിരിക്കുക എന്നത്. ഭീരുവാകാതിരിക്കുക എന്നത് അതിലൊരാവശ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
മനുഷ്യൻ ഈ മനുഷ്യനെ പ്രമേയമാക്കിക്കൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് സംവിധാനിച്ചത്. ഇന്നിപ്പോ പട്ടിയെ പ്രമേയമാക്കിക്കൊണ്ട് തെരുവുകൾ തോറും പട്ടി സ്നേഹികൾ ഓരിയിടുകയാണ്. എന്നാൽ ആ പട്ടിയുടെ കടിയേറ്റ് വിഷബാധയേറ്റ് പിടഞ്ഞു വീഴുന്ന ചെറിയ കുട്ടികൾ അടക്കമുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പട്ടി മനുഷ്യന് പ്രയാസം സൃഷ്ടിച്ച് കടന്നു വന്നാലും അവനെ നിഗ്രഹിക്കേണ്ട ബാധ്യത, ആ ജീവിയെ നിഗ്രഹിക്കേണ്ട ബാധ്യത മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്നവർക്ക് അത്യന്താപേക്ഷിതമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പഠിപ്പിക്കുന്നു. മനുഷ്യനാണ്, ഏത് മനുഷ്യൻ എന്നത് ഇവിടെ ചർച്ചയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഏത് മനുഷ്യരെ കുറിച്ചാണ്, ഏത് മനുഷ്യനെ പ്രമേയമാക്കിയാണ് ഹബീബായ തങ്ങളും പരിശുദ്ധ ഖുർആനും ലോകത്തോട് ഉദ്ഘോഷിച്ചത്? അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് പടച്ചിട്ടുള്ളത്. ഈ സന്ദേശം ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വേദങ്ങളും മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മാതാശ പാർവതി ദേവി പിതാമഹേശ്വര. ഹൈന്ദവ പുരാണം പറഞ്ഞത് മാതാശ പാർവതി ദേവി പിതാമഹേശ്വര. പാർവതി ദേവിയുടെയും പിതാവ് മഹേശ്വരന്റെയും മക്കളാണ് ലോകത്തിലുള്ള മനുഷ്യരെന്ന് ഹൈന്ദവ പുരാണം പഠിപ്പിക്കുമ്പോൾ ആദാമിന്റെയും ഹവ്വായുടെയും മക്കളാണ് ഈ രാജ്യത്തിലെ മനുഷ്യപുത്രന്മാരെന്ന് ക്രൈസ്തവ പുരാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് പടച്ചിട്ടുള്ളത്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി തരംതിരിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഈ സന്ദേശം ലോകത്തോട് പറഞ്ഞ ഏക വ്യക്തി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മക്കയുടെ ഊഷരഭൂവിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ ഈ സന്ദേശം പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉദ്ഘോഷിച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വരുന്ന സാഹചര്യം, സാമൂഹിക അന്തരീക്ഷം ഒട്ടും ആരോഗ്യകരമായിരുന്നില്ല. തൊലി കറുപ്പിന്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ മലർത്തിക്കിടത്തി നെഞ്ചത്തേക്ക് വലിയ പാറക്കല്ല് കയറ്റിവെച്ച് ആമറുകൊണ്ട് ആഞ്ഞാടിച്ച് പീഡിപ്പിക്കപ്പെടുന്ന അടിമ സംസ്കാരം കൊടുമ്പിരി കൊള്ളുന്ന കാലത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ ഊഷരഭൂവിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിക്കൊണ്ട് ലോകത്തോട് പ്രഖ്യാപിച്ചത്, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി തരംതിരിച്ചത്. നിങ്ങളുടെ തൊലിക്ക് വെളുപ്പുണ്ടാക്കിയത്, നിങ്ങളുടെ തൊലിക്ക് കറുപ്പുണ്ടാക്കിയത്, നിങ്ങളുടെ ഭാഷ, ദേശ, വൈജാത്യം നിങ്ങൾക്ക് തന്നത് നിങ്ങൾ പരസ്പരം സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല. ആഢ്യത്വത്തിന്റെ പേരിൽ, സവർണ മേധാവിത്വത്തിന്റെ പേരിൽ കീഴാള ജാതിക്കാരെ, കീഴാള വിഭാഗക്കാരെ പീഡിപ്പിച്ച് നിങ്ങളുടെ ആഢ്യത്വം പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങളെ ഈ ലോകത്ത് വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി തരംതിരിച്ചത്. എന്നാൽ നിങ്ങളിൽ ഉത്തമൻ ആരാണെന്നറിയുമോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഉത്തമൻ നിങ്ങളിൽ ഭക്തിയുള്ളവരാണ് എന്ന് ഹൃദയത്തിന്റെ വിശുദ്ധിയുടെ വൈജാത്യം നോക്കിയിട്ട് മനുഷ്യന്റെ മഹത്വം ലോകത്ത് അടിവരയിട്ട് പ്രഖ്യാപിച്ച ലോകത്തിലൊരു ദാർശനികനുണ്ടോ? അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഹൃദയ വിശുദ്ധിയുടെ പേരിൽ മനുഷ്യന്റെ മഹത്വം ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. മനുഷ്യന്റെ മഹത്വം ഹൃദയത്തിന്റെ വിശുദ്ധിയിലാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു നേതാവുണ്ടോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഡാർക്ക് ഏജിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറവിയെടുക്കുന്നത്. ആ കാലത്ത് സ്നേഹം എന്തെന്നവർക്കറിയില്ല. സൗഹൃദം, സാഹോദര്യം എന്നത് എന്തെന്നവർക്കറിയില്ല. എന്തിനേറെ പറയുന്നു, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഹബീബായ തങ്ങളുടെ ചരിത്ര ശകലങ്ങളുടെ വിവിധങ്ങളായ വശങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിയ ഈ സദസ്സിൽ വിശദീകരിക്കേണ്ടതില്ല. തന്റെ ബീജത്തിൽ, തന്റെ സഹധർമ്മിണിയുടെ ഉദരത്തിൽ
നൊന്തുപെറ്റ് ആ സഹധർമ്മിണി പ്രസവിച്ച ചോര പൈതലിനെ, കൈകാലുകളുടെ കുട്ടി ചോരത്തം മാറാത്ത കുട്ടിത്തം തുളുമ്പുന്ന കുഞ്ഞിളം കവിളുകൾ ആ ഉമ്മ വെച്ച് അതിനെ വളർത്തേണ്ടുന്ന പിതാവ് ആ കുഞ്ഞിനെ കൊണ്ടുപോയി മണൽക്കാട്ടിൽ, മരുഭൂമിയുടെ മണൽക്കാട്ടിൽ കുഴിമാന്തിയിട്ട് അതിനകത്തേക്ക് ആ കുഞ്ഞിനെ കിടത്തിയിട്ടല്ലെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം കൈകൊണ്ട്, പിതാവിന്റെ കൈകൊണ്ട് മണ്ണ് വാരി ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ ചുണ്ടുകളിൽ വന്ന് നിന്നുയരുന്ന കരച്ചിലിന്റെ ഹൃദയഭേദകമായ ശബ്ദം കേൾക്കാൻ പോലും മനസ്സ് മരവിച്ചു പോയൊരു സമൂഹത്തിലേക്കാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയല്ലേ. ആ പെണ്ണ് വളരണം, ആ സഹോദരി വളരണം, ആ മോള് വളരണം. ആ കുഞ്ഞുമോള് വളർന്ന് ഉമ്മയാവണം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ആ പെണ്ണുങ്ങളാകുന്ന ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണ് നീ സ്വപ്നം കാണുന്ന സകല സുഖ സമഞ്ജസ സമ്മേളനത്തിന്റെ ഭൂഹിമികയായ സ്വർഗമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലത്താണ് മുത്തുനബി സമൂഹത്തോട്, മുത്തുനബി ഒരു അവർണ ജാതിക്കാരനായിട്ട് തന്റെ സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ ശബ്ദിച്ച നേതാവല്ല. മക്കയിലെ ഏറ്റവും കുലീനമായ തറവാട്ടിൽ, ഏറ്റവും കുടുംബ മഹിമ പറയാവുന്ന ഖുറൈശി തറവാട്ടിൽ ഹാശിമി വംശജനായി പിറന്നു വീണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് തന്റെ സമൂഹം അവർണ ജനവിഭാഗത്തോട്, കറുത്തവരോട്, കീഴാള ജാതിക്കാരോട് കാണിക്കുന്ന ഈ അധമമായ വിവേചനത്തിനെതിരെ ലോകത്തേക്ക് തന്റെ ചൂണ്ടുവിരലുകൾ ഉയർത്തിക്കൊണ്ട്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശൂബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹിഷ്ണുതയുടെ പാഠങ്ങളാണ് മുത്തുനബി ലോകത്തോട് പറഞ്ഞു വെച്ചത്. സ്നേഹത്തിന്റെ പാഠങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞു വെച്ചത്. ഹബീബായ തങ്ങൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം, ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച് കടന്നുപോയ നേതാവാണ്. ഹബീബായ തങ്ങൾ വഫാത്താകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പടയങ്കി അടുത്തുള്ള യഹൂദിയുടെ അടുത്ത് പണയമാക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് തന്റെ അനുയായി വൃന്ദ ഒരൽപ്പം പൈസ കടം ചോദിച്ചാൽ തരാൻ പറ്റുന്ന ഒരു അനുയായി ഇല്ലാഞ്ഞതുകൊണ്ടല്ല, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള, ദീനാറും ദിർഹമും കൈവശമുള്ള സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന തന്റെ മരുമകനായിരുന്ന കോടിപതിയുള്ളപ്പോഴാണ് ഒരു ജൂതൻ, അയൽവാസിയായ ജൂതന്റെ അടുത്ത് തന്റെ പടയങ്കി പണയത്തിൽ കൊടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം, ഇത് പഠിച്ച് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചത് കൊണ്ടാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ക്രൈസ്തവ സമൂഹവുമായി, ഗോത്രവുമായി ചർച്ചയ്ക്ക് വന്നപ്പോൾ, അവരുടെ ചർച്ചയിൽ നിസ്കരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ശുദ്ധിയുള്ള അടുത്തെല്ലാം അല്ലാഹുവിന്റെ ഖിബ്ലക്ക് മുന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ ഒരു മുസ്ലിമിന് തടസ്സമില്ല. അത് ക്ഷേത്രത്തിന്റെ മുറ്റത്തായാലും ചർച്ചിന്റെ അകത്തളത്തിലായാലും ഒരു വിശ്വാസിക്ക് തടസ്സമില്ല. ഹബീബായ തങ്ങളെ ഫോളോ ചെയ്ത് ചലനങ്ങളും നിശ്ചലനവും കണ്ടു പഠിച്ച് മനസ്സിലാക്കിയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ക്രൈസ്തവ പാതിരിമാരോട് സ്നേഹത്തോടെ അവരുടെ ആവശ്യം നിരസിക്കുകയാണ്. പാടില്ല, ഈ ഉമർ വഫാത്തായി പോകും, മരണപ്പെട്ടു പോകും. പിൽക്കാലത്ത് കടന്നു വരുന്ന എന്റെ അനുയായികൾ, മുസ്ലിം സമൂഹത്തിൽ ആരെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളുടെ ഖലീഫ നിസ്കരിച്ച പള്ളിയാണ്, അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു പോയാൽ ഇവിടെ സംഘർഷമുണ്ടാകുമെന്ന് കാലേ കൂട്ടി ദീർഘവീക്ഷണം ചെയ്യുകയാ. താൻ നിസ്കരിച്ചാൽ ഭാവിയിൽ ഖലീഫ ഉമർ നിസ്കരിച്ച പള്ളിയായ ചർച്ചായതുകൊണ്ട് ഞങ്ങൾക്കത് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു പോയാൽ ഇവിടെ ബഹുസ്വര സമൂഹത്തിലെ സമാധാനാന്തരീക്ഷം തകരുമെന്ന് ദീർഘവീക്ഷണം കണ്ട നേതാവ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സംസ്കാരം ആരിൽ നിന്ന് പഠിച്ചോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹു
അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ലോല ഹൃദയനായത്. നിങ്ങളൊരു പരുക്കൻ ഹൃദയനായിരുന്നെങ്കിൽ 10 മിനിറ്റും കൂടെ ഉള്ളൂ. നിങ്ങളൊരു പരുക്കൻ ഹൃദയനായിരുന്നുവെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക്, നിങ്ങൾക്ക് ഈ പരിസരത്ത് ചുറ്റിലും തടിച്ചുകൂടിയ അനുയായി വൃന്ദം നിങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു എന്ന് ഹബീബായ തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് തന്റെ ജീവിതം മാതൃകയാക്കിയ നേതാവാണ്. ലോകത്തേതെങ്കിലും ഒരു നേതാവുണ്ടോ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് പ്രഖ്യാപിക്കാൻ ഗച്ചുള്ള ഒരു നേതാവ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഓരോ നേതാക്കളിലും ഏതെങ്കിലും ഒന്ന് അനുകരിക്കാൻ പറ്റുന്നത് ണ്ടെങ്കിൽ എല്ലാം അനുകരിക്കാൻ പറ്റുന്ന ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഴുവൻ നിങ്ങൾക്ക് റസൂലുള്ളാഹിയിൽ മാതൃകയാണെന്ന് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹിയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രവർത്തകരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണ മാസമാണ് ഞാനിപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആരാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന് റോൾ മോഡലായത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വഴിയിൽ ചേതനയറ്റ് കിടക്കുന്ന പക്ഷിയുടെ മൃതശരീരത്തെ പോലും നോർമലായി കാണാതെ അതിനൊരു ജീവന്റെ തുടിപ്പുണ്ടോ എന്ന് നോക്കി, ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രയത്നിച്ച നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹിയെ അങ്ങേയറ്റം മാതൃകയായി ജീവിതത്തിൽ ചേർത്ത് വെച്ച അഹ്മദുൽ കബീർ റിഫായി സാന്ത്വനത്തിന്റെ ജീവകാരുണ്യത്തിന്റെ നല്ല മാതൃകകൾ നമുക്കിവിടെ സൃഷ്ടിച്ചത് മുത്തുനബിയിൽ നിന്ന് മാതൃകകൾ കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് അജാനുബാഹുവായി ഗർവ് നടിച്ച് എല്ലാ മസിൽ പവറും കാണിച്ച് സമൂഹത്തിന്റെ തെരുവീതിയിലൂടെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും പാവപ്പെട്ടവൻ ആ വഴിവക്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തന്റെ കാലുകൊണ്ടവനെ തൊഴിച്ചൊന്ന് വേദനിപ്പിച്ച് നടന്നു പോയിരുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാനം എങ്ങനെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്? പാതിരാവിൽ വേഷപ്രച്ഛന്നനായി നടക്കുകയാണ്. ഇന്നും ഇന്നലെ മുൻമിഞ്ഞാന്നാൾ വെള്ളിയാഴ്ച എല്ലാ പള്ളികളുടെ മിമ്പറയിൽ നിന്ന് ഖലീഫത്ത് റസൂലുള്ളാഹ് അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് വിളിച്ചു പറയുകയാണ്. 4 ഖലീഫമാരെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ മാറ്റം എങ്ങനെയാണ് സാധിച്ചത്? പാതിരാവിന്റെ ഇരുളുകളിൽ ഖലീഫയായി ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പാതിരാവുകളിൽ രഹസ്യമായി വീടുകൾ തോറും ചുറ്റി സഞ്ചരിച്ച് വിഷമിക്കുന്നവർക്ക് താൻ ഖലീഫയാണെന്ന് ബോധ്യപ്പെടുത്താതെ സേവന പ്രവർത്തനം ചെയ്ത മാതൃക ആരിൽ നിന്ന് കിട്ടിയതാണ്? മുഹമ്മദ് റസൂലുള്ളാഹ്. നീണ്ടുപോയതിൽ ക്ഷമിക്കണം. ആ നബി തങ്ങളെ ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. നാം വീട്ടിലിരിക്കാതെ സോഷ്യൽ മീഡിയകളിൽ ചടയാതെ നാം ഇറങ്ങിത്തിരിക്കണം. പാവങ്ങളുടെ ക്ഷേമത്തിന്, സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒഴിഞ്ഞു വെച്ച ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.